ഹലോ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ആൻസർ കീ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സ്കോറൊക്കെ ചെക്ക് ചെയ്തു. സോ ഇനി റിസൾട്ടിലേക്കുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ നമ്മൾ ഇക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 to 3 ക്വസ്റ്റൻസ് നമുക്ക് ചലഞ്ചബിൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ മെയിൻലി ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ കോസ്റ്റ് തിയറം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം കോസ്റ്റ് തിയറം നമ്മൾ റൊണാൾഡോ കോസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1960 ഇയർ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കോസ്റ്റ് തിയറത്തിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ അസംഷൻ ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം ദ കോസിയൻ ബാർഗിങ് അപ്രോച്ച് വിൽ വർക്ക് വെൻ, അതായത് കോസ്റ്റ് തിയറം എപ്പോഴാണ് വർക്ക് ആകുക എന്നാണ് ബേസിക്കലി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് കോസ്റ്റ് തിയറം സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അതിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. നമ്മൾ പ്രോപ്പർട്ടി ക്യാൻ അല്ലെങ്കിൽ പാർട്ടീസ് ക്യാൻ നെഗോഷിയേറ്റ് ഫ്രീലി എന്നുള്ള അസംഷൻ നമ്മൾ പഠിക്കാറുണ്ട്. ഇൻകം എഫക്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിക്കാറുണ്ട്. പ്രോപ്പർട്ടി റൈറ്റ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫറബിൾ. ഇത് കൂടാതെ തന്നെ രണ്ട് പാർട്ടീസിനുമുള്ള ഇൻഫോർമേഷൻസ് ഈക്വലി ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സിമെട്രി ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കോസ്റ്റ് തിയറത്തിന്റെ കണ്ടീഷനിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ദ റൈറ്റ്സ് ഓഫ് ദ ബാർഗിനിങ് പാർട്ടീസ് ആർ ട്രാൻസ്ഫറബിൾ എന്നുള്ളത് ശരിക്കും ഒരു റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പക്ഷെ NTA ആൻസർ കീയിൽ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. അതായത് ബി ആൻഡ് സി ആണ് അവർ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ദ റൈറ്റ്സ് ഓഫ് ദ ബാർഗിനിങ് പാർട്ടീസ് ആർ ട്രാൻസ്ഫറബിൾ എന്നുള്ളതും എന്താണ്, ശരി തന്നെയാണ്. ഓക്കെ, ദ ബാർഗെയിനിങ് പാർട്ടീസ് ആർ ഈക്വലി ഇൻഫോംഡ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് പാർട്ടീസിനും എന്തായിരിക്കണം, ഇൻഡയറക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് കോസ്റ്റ് തിയറത്തിന്റെ ഒരു അസംഷൻ തന്നെയാണ്. ഇനി പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ലീഗലി എസ്റ്റാബ്ലിഷ് എന്നുള്ളത് ഒബ്വിയസ്ലി കറക്റ്റ് ആണ്, കാരണം 2 ഓപ്ഷനിലും വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണ്, കറക്റ്റ് ആണ്. അപ്പം ശരിക്കും 3 ആണെങ്കിലും 4 ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ NTA കീ പ്രകാരം നമുക്ക് ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ ഈ നോ ഇൻകം എഫക്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. പാർട്ടീസ് തമ്മിൽ ഫ്രീലി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും അവരുടെ ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രാൻസ്ഫറബിൾ ആണെന്നാണ് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1000 rupees എപ്പോഴാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഡിമോണിറ്റൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എന്ന് NTA തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം 1000 rupees ഡിമോണിറ്റൈസ് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറഞ്ഞത് ഇവിടെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് RBIയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആകും. RBIയുടെ സൈറ്റിൽ ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. അതിൽ April 15, 2025 ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഞാൻ ഡയറക്ട്ലി RBIയുടെ സൈറ്റിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇതിൽ റുപ്പി ഡിമോണിറ്റൈസ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി അവിടെ തന്നെ അതിന് തൊട്ട് താഴെ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമാണ് 500,000 and 10,000 banknotes which were in the circulation were demonetized in January 1946. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് 1000 rupees ഡിമോണിറ്റൈസ് ചെയ്തിരിക്കുന്നത് ജനുവരി 1946 അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. നേരെ മറിച്ച് ഇവര് 1978 എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 1978 എന്ത് ഇവന്റ് ആണ് നടന്നത് നമുക്ക് നോക്കാം. ഈ 1946 ഫസ്റ്റ് ഡിമോണിറ്റൈസ് ചെയ്തതിനു ശേഷം the higher demonetization of banknotes 1000, 5000 and 10,000 were reintroduced in 1954 and these banknotes were again demonetized in January 1978. Okay, അപ്പം അതായത് പിന്നെയും ഡിമോണിറ്റൈസ് ചെയ്തിരിക്കുന്ന വർഷമാണ് 1978 എന്ന് പറയുന്നത്. പക്ഷെ ഫസ്റ്റ്ലി ഡിമോണിറ്റൈസ് ചെയ്തിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1946 തന്നെയാണ്. അത് നമുക്ക് ഓപ്ഷനിൽ എവിടെയും തന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷമുള്ള ഡാറ്റ നമുക്ക് താഴേക്ക് നോക്കാം. റീസെന്റ് ബാങ്ക് നോട്ട്സ് ഇൻ ഡിനോമിനേഷൻ 500,000 issued under Mahatma Gandhi series have been withdrawn from circulation with effect from the midnight of November 8, 2016.
ഓക്കെ. അപ്പം 2016 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്കിവിടെ സ്പെസിഫിക്കലി വേണ്ടി ഇരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1946 ആയിരുന്നു. അതിവിടെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻലി ഇക്കണോമിക്സിന്റെ കേസിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ചലഞ്ച് ചെയ്യേണ്ട ഡേറ്റ് ഏകദേശം എൻഡ് ആവാറായി. അപ്പൊ നിങ്ങൾ ഏകദേശം നമ്മളെ കട്ട് ഓഫ് മാർക്കിന്റെ ബോർഡർ ലൈനിലാണ് നിലനിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ മാക്സിമം ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. RBIയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഡാറ്റ നമുക്ക് അവൈലബിൾ ആകും. ആ ഒഫീഷ്യൽ ഡാറ്റ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.